അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെടുത്തി വലിയൊരു തെറ്റിദ്ധാരണയാണ് ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുമോ, കഫം ഉള്ളിൽ പോയാൽ നോമ്പ് മുറിയുമോ. നാം മനസ്സിലാക്കേണ്ടത് അന്നപാനീയങ്ങൾ ഉള്ളിൽ പോയാൽ നോമ്പ് മുറിയും. കഫം പോകുന്നത് കൊണ്ടോ ഉമിനീര് പോകുന്നത് കൊണ്ടോ നേർക്കുനേരെ ഒറ്റടിക്ക് നോമ്പ് മുറിയുമെന്ന് വിധി പറയാൻ കഴിയില്ല. ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഫത്വ നമുക്ക് കാണാം. അനുഖാമത്തു വൽ ബൽഗമു, കഫവും ഉമിനീരും ഇദാലം തസ്ല ഇലൽ ഫമി ഫഇന്നഹാ ലാ തുഫ്തിറു ഖൗലൻ വാഹിദൻ, കഫം വായിലേക്ക് എത്തുന്നതിന് മുമ്പ് വിഴുങ്ങുകയാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. അമ്മ ഇദാ വസ്വലത്ത് ഇലൽ ഫമി, എന്നാൽ വായിലേക്ക് കഫം എത്തുകയും സുമ്മ ബതലഅഹാ ഫഫീഹാ ഖിലാഫുൻ ബൈന അഹ്ലിൽ ഇൽമ്, അതിനുശേഷം അത് വിഴുങ്ങുകയും ചെയ്താൽ, വായിലേക്ക് കഫം എത്തിയ ശേഷം വിഴുങ്ങുകയും ചെയ്താൽ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വൽ അർജഹു അന്നഹാ ലാ തുഫ്തിർ, അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം നോമ്പ് മുറിയുകയില്ല എന്ന് തന്നെയാണ്. ലിഅന്നഹാ ലം തഖ്റുജ് മിനൽ ഫമി വലൈസത്ത് അഖ്ലൻ വലാ ഷർബൻ, കാരണം അത് വായിക്ക് പുറത്തു നിന്ന് വരുന്നതല്ല, വായിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇത് ഭക്ഷണമായിട്ടോ പാനീയമായിട്ടോ കഫത്തെ പരിഗണിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഉമിനീര് വിഴുങ്ങി, കഫം വിഴുങ്ങി എന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ മനഃപൂർവ്വം വായിൽ കുറെ ഉമിനീര് ശേഖരിച്ച് വെച്ച് ഇറക്കുക, അല്ലെങ്കിൽ കഫം ഒരുപാട് കഫ ഇറക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തുപ്പിക്കളയേണ്ട തുപ്പി തന്നെ കളയണം. കഫങ്ങളൊക്കെ തുപ്പിക്കളയലാണ് പ്രവാചക ചര്യ. ഇനി അറിയാതെ ഇറങ്ങിപ്പോയി, ചില സാഹചര്യത്തിൽ ഇറക്കേണ്ടി വന്നു എന്ന് കരുതിയിട്ട് നോമ്പ് മുറിയുമെന്ന് നേർക്ക് നേരെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അലം ബിസ്സവാബ്. അല്ലാഹുവിനറിയാം കൂടുതൽ കാര്യങ്ങൾ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.